നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എവിടെ യുദ്ധം നടന്നാലും പെടുന്നത് പ്രവാസികളാണ്. കാരണം ലോകത്ത് പല ഭാഗത്തായിട്ട് പ്രത്യേകിച്ച് മലയാളികളടക്കം ധാരാളം ആളുകളാണ് ജോലി ചെയ്യുന്നത്. കുടുംബമായിട്ട് അവിടെയൊക്കെ തന്നെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നിരവധി പ്രവാസികളുണ്ട്. ലോകത്ത് ആരൊക്കെ തമ്മിൽ യുദ്ധമുണ്ടായാലും പലപ്പോഴും ആകാശപാതകൾ അടച്ചിടും. അതല്ലെങ്കിൽ സുരക്ഷയെ കരുതി വിമാന കമ്പനികൾ വഴിമാറ്റി തിരിച്ചുവിടും. ചില സർവീസുകൾ റദ്ദാക്കും. എങ്ങനെയായാലും അത് ആത്യന്തികമായി ബാധിക്കുക പാവം പ്രവാസികളെ തന്നെയാണ്. ഉറ്റവരെയും ഉടയവരെയും കാണാൻ ധൃതി പിടിച്ച് നാട്ടിലെത്താൻ ശ്രമിക്കുന്നവർക്കും അതുപോലെ ഒഴിവുകാലം ബന്ധുക്കൾക്കൊപ്പം ചിലവഴിച്ച് തിരികെ പോകാൻ ഒരുങ്ങുന്നവർക്കുമെല്ലാം ഈ റൂട്ട് മാറ്റം മൂലം യാത്രാ ദൈർഘ്യവും സമയവും കൂടുന്നത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇറാന് മേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലണ്ടനിൽ നിന്നും ദുബായിലേക്കും ദോഹയിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഞായറാഴ്ച ഹീത്രൂവിൽ നിന്ന് പുറപ്പെടാനിരുന്നതും ഇവിടേക്ക് വരാനിരുന്നതുമായ ബ്രിട്ടീഷ് എയർവേസിന്റെ എല്ലാ ദുബായ് ദോഹ സർവീസുകളുമാണ് ഇപ്പോൾ താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെയാണ് വിമാന കമ്പനി ഇക്കാര്യം അറിയിച്ചത്. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലും അവരുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രി ഹീത്രൂവിൽ നിന്ന് ദുബായിലേക്ക് യാത്ര തിരിച്ച് ഒരു BA വിമാനം സൂറിച്ചിലേക്ക് തിരിച്ചുവിടേണ്ടതായി വന്നിരുന്നു. ഇതിനുശേഷമാണ് ബ്രിട്ടീഷ് എയർവേസ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. സമീപകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവന് സുരക്ഷ ഉറപ്പാക്കാനാണ് പല ഷെഡ്യൂളുകളും മാറ്റിയതെന്നും ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഗാറ്റ്വിക് വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ വിവരങ്ങൾ അനുസരിച്ച് അവിടെ നിന്നും ദോഹയിലേക്കും ദുബായിലേക്കുമുള്ള സർവീസുകൾ പതിവ് പോലെ നടക്കുന്നുണ്ട്. അതിനിടെ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമറും രംഗത്ത് വന്നു. സംഘർഷം കൂടുതൽ തീവ്രമായാൽ ബ്രിട്ടീഷ് ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാന്റെ ആണവായുധങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അമേരിക്കൻ ആക്രമണത്തെ ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.